ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എല്ലാ മഹത്വവും എല്ലാ പുകഴ്ചയും അവിടുത്തെ പാദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് എന്റെ ബഹുമാന്യ ശ്രോതാക്കളെയൊക്കെയും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വന്ദനം ചെയ്യുന്നു. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. തിരുവചന ധ്യാനത്തിന് നമുക്ക് ലഭിക്കുന്ന പരിമിതമായ നിമിഷങ്ങൾ മുഖവുര പറഞ്ഞു നഷ്ടമാക്കാതെ കർത്താവ് നൽകിയ സന്ദേശം ദൈവകുഞ്ഞുങ്ങൾക്ക് കൈമാറുകയാണ്. സ്വീകരിച്ചാലും ഇന്ന് പുലരിയിൽ നമ്മുടെ സവിശേഷമായ ചിന്തയ്ക്ക് വിഷയീഭവിക്കുന്നത് ക്രൈസ്തവ സഹോദരങ്ങൾക്ക് ഏറെ പരിചിതമായ ഒരു വേദഭാഗമാണ്. എഫെസ്യ ലേഖനം 1:19. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്നവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. ഭക്തൻ തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആത്മശക്തിയുടെ വലിപ്പം അവരറിയണം. വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം കുഞ്ഞെ നീ അനുഭവിച്ചറിയണം. വചനം പറയുന്നു, വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി മക്കളെ ഇടതടവില്ലാതെ വ്യാപരിക്കുന്ന ദൈവശക്തിയുണ്ട്. നിന്റെ തലമുറയെ തകർച്ചയിൽ നിന്ന്, പരാജയത്തിൽ നിന്ന്, നിത്യനാശത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി. കുഞ്ഞെ നിനക്ക് വേണ്ടി വ്യാപരിക്കുന്ന ആത്മശക്തിയുടെ അളവറ്റ വലിപ്പം പറഞ്ഞറിഞ്ഞ പോരാ, കേട്ടറിഞ്ഞ പോരാ, വായിച്ചറിഞ്ഞ പോരാ, നീ അനുഭവിച്ചറിയണം, ആസ്വദിച്ചറിയണം. ആത്മശക്തി ആവോളം നുകരാൻ ഭാഗ്യം ലഭിച്ചവനാണ് പൗലോസ്. താൻ എന്താ ഇതിനെക്കുറിച്ച് പറഞ്ഞത്? ഇത് അത്യന്ത ശക്തിയാണെങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു പകർന്നിരിക്കുന്നത്. കുഞ്ഞേ, ആത്മശക്തി എന്ന നിക്ഷേപം നിന്റെ ശരീരമാകുന്ന മൺകൂടാരങ്ങളിലുണ്ട്. ഇത് ദ്രവിച്ചു പോയാലും അഴുകിപ്പോയാലും ഉടഞ്ഞുപോയാലും മഹത്വ ശരീരമായി നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ഈ നിക്ഷേപത്തിന് കഴിയും, ആത്മശക്തിക്ക് കഴിയും. ആമേൻ. യെശയ്യാവ് പറയുന്നു 59:19, കെട്ടിനിന്നതും സർവശക്തന്റെ ശ്വാസം തള്ളിപ്പായിക്കുന്നതുമായ നദി പോലെ ഇത് ഇറങ്ങിവരും. ആത്മശക്തി ഇറങ്ങിവരും. കുഞ്ഞെ, കെട്ടിനിന്ന വെള്ളം പൊട്ടി ഒഴുകിയാൽ അതിന്റെ ശക്തി എത്ര വലുതായിരിക്കും. കെട്ടി നിർത്തിയിരിക്കുന്ന അണക്കെട്ട് തകർന്നാലുണ്ടാകുന്ന കുത്തൊഴുക്ക് ചിന്തിക്കാൻ കഴിയുമോ? അങ്ങനെയെങ്കിൽ കെട്ടിനിന്ന വെള്ളം പൊട്ടി ഒഴുകുകയല്ല, സർവശക്തന്റെ ശ്വാസം തള്ളിപ്പായിച്ചാൽ വെളിപ്പെടുന്ന ശക്തിയാ നിനക്ക് വേണ്ടി വ്യാപരിക്കുന്നത്. എന്റെ മക്കളെ, നീ ശക്തിയില്ലാത്തവനായിരിക്കാം, ബലഹീനനായിരിക്കാം, എന്നാൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി തിട്ടപ്പെടുത്താനാവില്ല, അളവ് തിട്ടപ്പെടുത്താനാവില്ല. അതേ മക്കളെ, ഇത് ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ശക്തിയാ, ബലമില്ലാത്തവനെ ബലപ്പെടുത്തുന്ന ശക്തിയാ, ഭീരുവിനെ ധീരനാക്കുന്ന ശക്തിയാ, അയോഗ്യനെ യോഗ്യനാക്കുന്ന ശക്തിയാ, മഠയനെ ജ്ഞാനിയാക്കുന്ന ശക്തി. കുഞ്ഞെ, നിന്നെ ആളുമാറിയവനെ പോലെയാക്കുന്ന ശക്തി. എല്ലാ ശക്തിയും അളന്നു തിട്ടപ്പെടുത്താനുള്ള സംവിധാനങ്ങളൊന്നുമുണ്ട്. എന്നാൽ ദൈവശക്തി അളന്നു തിട്ടപ്പെടുത്താൻ കഴിയത്തില്ല കേട്ടോ, അളന്നു തിട്ടപ്പെടുത്താൻ കഴിയത്തില്ല. നമ്മൾ ഈ കുതിരശക്തിയൊക്കെ എന്ന് പറയാറുണ്ടല്ലോ, കുതിരശക്തി. എന്താ ഈ കുതിരശക്തി? ഒരു കുതിരശക്തി എന്ന് പറഞ്ഞാൽ 450 കിലോ തൂക്കമുള്ള ഒരു കുതിരയ്ക്ക് 35 മൈൽ വേഗത്തിൽ ഓടാൻ ആവശ്യമായ കരുത്ത കുതിരശക്തി. നോക്ക്, കർമ്മേലിന്റെ അടിവാരത്തിലേക്ക് നോക്ക്. അഹാബിന്റെ രഥം വീതിയിലൂടെ, രാജവീതിയിലൂടെ കുതിച്ചു പായുകയാ. വേദപണ്ഡിതാക്കളുടെ അഭിപ്രായത്തിൽ അഹാബിന്റെ രഥത്തിന് മുമ്പിൽ ശക്തിയേറിയ 8 കുതിരകളെയാ ഇണക്കിച്ചേർത്ത് കിട്ടുന്നത്. കരുത്തുള്ള 8 കുതിരകളുടെ 32 കാലുകൾ രാജവീതികളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് കുതിക്കുമ്പോൾ അതിന്റെ പുള്ളിയൊന്ന് ചിന്തിച്ചു നോക്ക്. എന്നാൽ ശരവേഗത്തിൽ കുതിക്കുന്ന ആ രഥത്തിന്റെ മുൻപിൽ കണ്ണിമയ്ക്കുന്ന വേഗത്തിൽ 2 കാലുകൾ അതിദ്രുതം കുതിക്കുന്നു. ഉയരത്തിൽ നിന്നും അത്യന്ത ശക്തി പ്രാപിച്ച ഏലിയാവെന്ന ദൈവവേദലിന്റെ കാലുകൾ അതാ രാജകീയ രഥത്തെ പിന്നിലാക്കി 8 കുതിരകളെ പിന്നിലാക്കി മുന്നോട്ട് കുതിക്കുന്നു. മനസ്സിലായോ? കുതിരശക്തിയെ മറികടക്കുന്നതാണ് ആത്മശക്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കെട്ടിടങ്ങളെയും വൃക്ഷങ്ങളെയും വാഹനങ്ങളെയും ഒക്കെ ചുഴറ്റിയെടുത്ത് പറപ്പിക്കുന്ന ചുഴലിക്കാറ്റ് മാധ്യമങ്ങളിലൂടെങ്കിലും എന്റെ പ്രിയപ്പെട്ടവർ കണ്ടിട്ടുണ്ടാവുമല്ലോ. എന്നാൽ യോർദാന്റെ തീരത്തേക്ക് നോക്കൂ, അവിടെ ഒരു ചുഴലിക്കാറ്റ് കാണാം. ഏതാണ് ഈ ചുഴലിക്കാറ്റ്? സത്യാരാധനയ്ക്കായി ചങ്കുറപ്പോടെ നിന്ന് ഏലിയാവിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ദൈവമയച്ച ചുഴലിക്കാറ്റ്. ദൈവമയച്ച ചുഴലിക്കാറ്റ് ഭൂമിയുടെ ഗുരുത്വാകർഷണ ശക്തിയെ ഭേദിച്ചുകൊണ്ട് ഏലിയാവിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ശക്തിയോടെ കുതിച്ചുയരുന്ന ചുഴലിക്കാറ്റിനെ പകഞ്ഞു മാറ്റിക്കൊണ്ട് ഭാരമില്ലാത്തൊരു പുതപ്പ് താഴോട്ട് വീണു. എന്താ കാരണം? ഇത് യോശുവയെ അഭിഷേകം ചെയ്ത പുതപ്പാണ്, യോർദാനെ വിഭജിച്ച പുതപ്പാണ്, അഭിഷേകത്തിന്റെ ശക്തിയുള്ള പുതപ്പ. അതേ, ആത്മശക്തി പ്രാപിച്ചവന് പ്രതികൂലങ്ങളെ വകഞ്ഞു മാറ്റി മുന്നേറാൻ കഴിയും. അതുപോലെയാണ് ഈ 40 വർഷം ഇസ്രായേൽ ജനം സ്വർഗീയ ഭോജനം കഴിച്ചു. ഏലിയാവിന്റെ പുതപ്പ് വീണതുപോലെ ഈ മന്നായും ആകാശത്തുനിന്ന് വർഷിക്കപ്പെട്ടതാ, സ്വർഗത്തിൽ നിന്ന് വർഷിക്കപ്പെട്ടതാ. ജനം ഭക്ഷണ വിഷയത്തിൽ പിറുപിറുത്തപ്പോൾ മോശ ഉയരത്തിലേക്ക് കണ്ണുയർത്തി. തിരുനിവാസത്തിന്റെ മുകളിൽ ദൈവമഹത്വം നിൽക്കുന്നു. ഇല്ലായ്മ നോക്കി പിറുപിറുക്കാതെ ഉയരത്തിലേക്ക് നോക്ക് മക്കളെ, നിനക്ക് വേണ്ടി ദൈവമഹത്വം വെളിപ്പെടുന്നത് കാണാം. മോശ ജനത്തോട് പറഞ്ഞു, ദൈവം നിങ്ങൾക്ക് ആഹാരം തരും. കലവറയിൽ ധാന്യമുള്ളത് കൊണ്ട് പറഞ്ഞതല്ല, കൂടാരത്തിന്റെ മുകളിൽ ദൈവ സാന്നിധ്യം തിളങ്ങി നിൽക്കുന്നത് കണ്ടതുകൊണ്ട് പറഞ്ഞു. ഉറപ്പാ. ഹല്ലേലൂയ. മക്കളെ, മന്ന എവിടെ നിന്നാ വരേണ്ടത്? തിരുവചനം പറയുന്നു, സ്വർഗീയ മന്നയാണ്, ശക്തിമാന്മാരുടെ അപ്പമാണ് മന്ന. അങ്ങനെയെങ്കിൽ സ്വർഗത്തിൽ നിന്നാണ് മന്ന വരേണ്ടത്. ഇനി സ്വർഗം എവിടെയാ? ഓക്സ്ഫോർഡ് ഡിക്ഷണറി പറയുന്നത് എന്താണ്? ഗാലക്സികൾക്കും മീതെയാണ് സ്വർഗം.
അവിടെ നിന്നാണ് മന്ന വന്നത്. നമുക്കറിയാം, ഗുരുത്വാകർഷണം ഉള്ളതുകൊണ്ട് മുകളിലേക്ക് എറിയുന്ന വസ്തുക്കളൊക്കെ താഴേക്ക് വീഴും. ഐൻസ്റ്റീൻ പറയുന്നു, ഭൂമി മാത്രമല്ല എല്ലാ ജ്യോതിർഗോളങ്ങളും വസ്തുക്കളെ തങ്ങളിലേക്ക് വലിച്ചടിപ്പിക്കുന്നുണ്ട്. എന്നാൽ ദൈവം തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് അയച്ച മന്ന ഭൂമിയിലേക്ക് വരുമ്പോൾ സഹസ്രകോടി ഗാലക്സികളും അനന്തകോടി താരാസമൂഹങ്ങളും ഇതര ജ്യോതിർഗോളങ്ങളൊക്കെ തങ്ങളിലേക്ക് വലിച്ചെടുക്കാൻ നോക്കിയിട്ടും മന്ന പ്രാർത്ഥിച്ചവന്റെ കൂടാരവാതിൽക്കൽ തന്നെ വന്നു വീണു. ഹല്ലേലൂയ. മന്ന വന്ന വഴിയൊന്ന് നോക്കണം കേട്ടോ. കാലൂന്ന് നിൽക്കുന്ന ഭവമണ്ഡലത്തിൽ നിന്ന് മുകളിലേക്കൊന്ന് നോക്ക്. തൊട്ടുമുകളിൽ വായുമണ്ഡലം, അതിനു മുകളിൽ നീലക്കുട വിരിച്ചാകാശമണ്ഡലം, അതിനുമപ്പുറം അനന്തകോടി താരങ്ങളുമായി നക്ഷത്രമണ്ഡലം, അതിനുമപ്പുറമാ ലക്ഷോപലക്ഷം ഗാലക്സികൾ, അതിനുമപ്പുറമാ സ്വർഗാതിസ്വർഗം. ഹല്ലേലൂയ. എന്നിട്ടും കുഞ്ഞാടിന്റെ രക്തത്താൽ തളിക്കപ്പെട്ടവന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്വർഗമയച്ച നന്മയെ ചുറ്റും നിന്ന വമ്പന്മാർ വലിച്ചെടുപ്പിക്കാൻ നോക്കിയിട്ടും മന്ന നമ്മുടെ സൗരയൂഥത്തിൽ വന്നു. ഹല്ലേലൂയ. അവിടെ നിന്നാ ഭൂമിയിലെത്തേണ്ടത്. ഭൂമിയിലെത്തണമെങ്കിൽ നവഗ്രഹങ്ങളുടെ ആകർഷണ വലയം ഭേദിക്കണമല്ലോ. മക്കളെ, മന്നായെ ശനി പിടിച്ചില്ല. സ്തോത്രം ചെയ്യാമോ? കണ്ടകശനി കൊണ്ടേ പോകൂ എന്ന ജ്യോതിഷശാസ്ത്രം. പക്ഷേ നിന്റെ നന്മയെ കണ്ടകശനി പിടിക്കാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ഭൂമിയുടെ 385 മടങ്ങ് മാസുള്ള വ്യാഴം അവന്റെ 7 അയലത്തൂടെ പോയാലും പിടിച്ചെടുക്കാൻ കരുത്തുള്ളവനാ. നമുക്കറിയാം, 1995 നാസ ഷുമാക്കർ എന്ന പേരുള്ള ഇടിമിന്നൽ എന്ന അർത്ഥം ഒരു പ്രപഞ്ച രഹസ്യം മനസ്സിലാക്കാൻ 6 ഭീമാകാര പേടകങ്ങളെ വിക്ഷേപിച്ചു. പക്ഷേ 6 എണ്ണത്തിനെയും വ്യാഴം വലിച്ചെടുത്ത് തന്റെ പള്ളയിലാക്കി. എന്റെ മക്കളെ, മന്നയുടെ ഒരു തരി പോലും വ്യാഴം പിടിച്ചെടുത്തില്ല. അയ്യോ, നമ്മുടെ കേരളത്തിൽ ഒരുപാട് പെൺകുഞ്ഞുങ്ങളുടെ ജീവിതം തകർത്തുകൊണ്ട് അവൻ പത്തി പിടിച്ചു നിൽക്കുകയെ. ചൊവ്വാദോഷമെന്ന് കേട്ടിട്ടില്ലേ? എന്നാൽ തമ്പുരാൻ തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവൻ ഡെസിഗ്നേറ്റ് ചെയ്ത് അയച്ച മന്നയെ അവൻ ചൊവ്വ പിടിച്ചില്ല. അതേ പ്രിയവരെ, അവർ പ്രിയപ്പെട്ടവരെ, ദൈവകുഞ്ഞുങ്ങൾക്കായുള്ള നന്മയെ ചൊവ്വാദോഷം പിടിക്കത്തില്ല, കണ്ടകശനി പിടിക്കത്തില്ല. കാരണം നിന്റെ കാലഗതികളെ ഹോവയുടെ കയ്യിലിരിക്കുന്നു. അവൻ നിനക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്നത് ദൈവമത്രേ. ഹല്ലേലൂയ. നമുക്ക് ഈ അബ്രഹാമിന്റെ സമകാലീനായിരുന്നല്ലോ യോബ്. അദ്ദേഹത്തിന് തന്റെ സ്നേഹിതന്മാരിലൂടെ ആകാം ജ്യോതിഷശാസ്ത്രത്തെക്കുറിച്ച് കേട്ടറിവുണ്ടായിരുന്നു. ജ്യോതിശാസ്ത്രമല്ല, ജ്യോതിഷശാസ്ത്രം. യോബ് 38:31 വായിച്ചു നോക്കൂ. കാർത്തികയുടെ ചങ്ങല നിനക്ക് ബന്ധിക്കാമോ? മകേരത്തിന്റെ ബന്ധനങ്ങളെ അഴിക്കാമോ? സപ്തർഷികളെയും മക്കളെയും നിനക്ക് നടത്താമോ? രാശിചക്രത്തെ അതിന്റെ സ്ഥാനത്ത് പുറപ്പെടുവിക്കാമോ? ആകാശത്തിന്റെ നിയമങ്ങളെ നീ അറിയുന്നുവോ? അതിന് ഭൂമിമേലുള്ള സ്വാധീനത നിനക്ക് നിർണ്ണയിക്കാമോ? തിരുവചനം പറയുന്നു, ആകാശത്തിന് ചില നിയമങ്ങളുണ്ട്, അതിന് ഭൂമിയുടെ മേൽ സ്വാധീനമുണ്ട്. കാർത്തികയ്ക്ക് ചങ്ങലയുണ്ട്, മകേരത്തിന് ബന്ധനമുണ്ട്, സപ്തർഷികളുണ്ട്, മക്കളുണ്ട്, രാശിചക്രമുണ്ട്. അതിന് ഭൂമിയിൽ സ്വാധീനമുണ്ട്. കാരണം സകല രോഗവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. പ്രൈസലോ. എന്റെ കുഞ്ഞുങ്ങളെ, 27 നക്ഷത്രങ്ങളെ 3 വീതമുള്ള 9 ബെൽറ്റുകളായി തിരിച്ചിരിക്കുക ജ്യോതിഷശാസ്ത്രം. ഞാനിത് വായിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് തിരുവചനം പറയുന്ന കാർത്തിക, ഉത്രാടം, ആദിത്യനാറ്, സൂര്യാദശാൽ 6 വർഷം കഷ്ടത. അങ്ങനെയാ അസ്ഥിയുരുക്കം, മനോദുഃഖം, ഫലം. ഇങ്ങനെ ജ്യോതിഷം പറയുന്നു. മകയിരം, ചിത്തിര, അവിട്ടം, മകം മങ്കവിറക്കണം. ചിത്തിര പെണ്ണായാൽ അക്കുടി നാശം അത്തറ തോണ്ടും. മകയിരത്തിന്റെ ബന്ധനം 7 വർഷം. ചൊവ്വാദോഷം വന്നാൽ കെട്ടാമങ്കയായി നിന്നുപോകും, കെട്ടിയാൽ ഭർത്തൃനാശം ഫലം. ഹല്ലേലൂയ. ഇങ്ങനെയൊക്കെ ദുഷ്ടനായ പിശാച് ആകാശത്തിൽ നിയമങ്ങൾ എഴുതി വെച്ചിട്ടും ആകാശത്തിന്റെ നിയമങ്ങളെ ചവിട്ടി ബോധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നവന്റെ കൂടാരത്തിനു മുൻപിൽ സ്വർഗത്തിലെ മന്ന ഇറങ്ങി വന്നു. ഹല്ലേലൂയ. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമായ ക്രിസ്തുവിന്റെ നിഴലാമക്കളെ, ഈ മന്ന, സ്വർഗത്തിൽ നിന്ന് വന്ന മന്ന നിന്റെ ഭവനത്തെ വരിഞ്ഞു മുറുക്കുന്ന കാർത്തികയുടെ ചങ്ങല പൊട്ടിച്ചെറിയാൻ കഴിവുള്ളവൻ. ഹല്ലേലൂയ. പ്രതീക്ഷയോടെ തുടങ്ങി ബിസിനസ്സിനെ തകിടം മറിക്കുന്ന മകയിരുത്തന്റെ ബന്ധനം അഴിച്ചു മാറ്റി നിനക്ക് വിജയം തരാൻ എന്റെ ദൈവം ശക്തിയുള്ളവൻ. ഹല്ലേലൂയ. കുടുംബത്തിൽ നിത്യം അസ്വസ്ഥത വിതയ്ക്കുന്ന സപ്തർഷികളെയും മക്കളെയും കൂച്ചുവിലങ്ങിട്ട് തളയ്ക്കാൻ കഴിവുള്ളവൻ. ഹല്ലേലൂയ. ആരാധനയിൽ മുന്നേറാൻ അനുവദിക്കാതെ ശുശ്രൂഷയിൽ ഒതുക്കിക്കളയുന്ന രാശിചക്രത്തെ കാൽക്കീഴിൽ മെതിക്കുന്നവൻ ഇന്ന് പുലരിയിൽ നിന്നെ ചേർത്ത് പിടിച്ച് ആലോചന പറയുന്നു. മക്കളെ, നിന്റെ തലമുറയുടെ ഭാവിക്ക് വിരോധമായി ശത്രു ഏതു രാശിയിൽ ബന്ധിച്ചാലും പരിശുദ്ധാത്മാവിന്റെ ആലോചന വിശ്വസിക്കുന്നെങ്കിൽ കർത്താവ് കടുങ്കട്ടഴിച്ചു മാറ്റാൻ പോകും. യേശുവിന്റെ നാമത്തിൽ കന്നിമൂലയിൽ ബന്ധിച്ചാലും അഗ്നിക്കോണിൽ കെട്ടിയാലും ഈശാനക്കോടിൽ ആഴക്കുഴിച്ചിട്ടാലും നിനക്കു വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി, മിനിസ്ട്രിക്ക് വേണ്ടി, ബിസിനസ്സിന് വേണ്ടി ദൈവമയച്ച നന്മയെ തടയാൻ ഒരു ശക്തിക്കും കഴിയില്ല. കാരണം വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി വ്യാപരിക്കുന്നത് അത്യന്ത ശക്തിയാണ്.
ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ, ഇസ്രായേൽ മിസ്രയീമിലൂടെ ആ മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് വരുമ്പോൾ 40 വർഷത്തിടെ 41 സ്ഥലങ്ങളിൽ ഒരു കൂടാരം മാറി മാറി അടിച്ചു എന്ന് പറഞ്ഞ ആദ്യം മന്ന പൊഴിഞ്ഞ സ്ഥലത്തു നിന്ന് ഒരു കൂടാരം മാറ്റി മാറ്റി അടിച്ചുകൊണ്ടേയിരുന്നു. എന്നിട്ടും മന്നയ്ക്ക് വഴിതെറ്റിയില്ല. തുറച്ചു നോക്കുന്ന മിദ്യാന്യരുടെ പാളയത്തിലേക്ക് മന്ന വഴിമാറിപ്പോയില്ല. വെല്ലുവിളിക്കുന്ന ഫെലിസ്ത്യരുടെ കൂടാരത്തിലേക്ക് പോയില്ല. കാരണം വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അത്യന്ത ശക്തി ദൈവവൈതന്റെ കൂടാരത്തിന് ചുറ്റും യേശുവിന്റെ നാമത്തിൽ വ്യാപരിച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് മക്കളെ, ഒരു ബാധയും നിന്റെ കൂടാരത്തിനടുക്കാത്തത്. ഈ അത്യന്ത ശക്തി അളവറ്റ വലിപ്പത്തോടെ നിനക്ക് വേണ്ടി വ്യാപരിക്കുന്നതുകൊണ്ട് ദുഷ്ടശക്തികൾ നിന്നെ കടിച്ചു കീറാതിരിക്കുന്നത്, നിന്റെ തലമുറ തകർന്നു പോകാതിരിക്കുന്നത്. കർത്താവിന് സ്തോത്രം. ഞാനൊരു സംഭവം പറയാം. അപ്പോസ്തലപ്രവൃത്തി 19:1 മുതൽ വായിക്കുന്ന 2 ദൈവദാസന്മാർ ഒരു സ്ഥലത്ത് ശുശ്രൂഷിച്ചു. 2 സമയങ്ങളിലാണ് കേട്ടോ. നമുക്കത് അപ്പോസ്തലപ്രവൃത്തി 19:1 മുതലുള്ള വാക്യങ്ങളിൽ കാണാം. അപ്പൊല്ലോസ് കൊരിന്തിലിരിക്കുമ്പോൾ പൗലോസ് അപ്പൊല്ലോസ് ശുശ്രൂഷിച്ചിരുന്ന എഫേസോസിലെത്തി. അവിടുത്തെ ജനങ്ങളുടെ നിലവാരം കണ്ടിട്ട് അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? സ്തോത്രം. അപ്പൊല്ലോസിന്റെ ശുശ്രൂഷയിൽ വിശ്വാസത്തിലേക്ക് വന്നവരായിവർ. അവര് പറഞ്ഞു, പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല. എന്ന് പറഞ്ഞാൽ മുമ്പ് ഇവിടെ ശുശ്രൂഷിച്ചിരുന്ന പുള്ളി ഒരിക്കലും പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞിരുന്നില്ല. യഥാർത്ഥത്തിൽ അപ്പൊല്ലോസ് നല്ല വാഗ്മിയാണ്, അറിവുള്ളവനായിരുന്നു. പാരമ്പര്യവാദികളായ യഹൂദരെ പരസ്യമായി ഖണ്ഡിക്കാൻ തക്കവണ്ണം ന്യായപ്രമാണത്തിൽ നിശ്ചയമുള്ളവനായിരുന്നു. പക്ഷേ എഫേസോസിൽ പിടിച്ചു നിൽക്കാൻ അതുകൊണ്ടായില്ല. സ്തോത്രം. 12 പുരുഷന്മാരെ താൻ നേടിയെടുത്തു. പക്ഷേ അർത്തിമസിന്റെ ശക്തി അവനെ അവിടെ നിൽക്കാൻ അനുവദിച്ചില്ല. എന്താ കാരണം? കഴിവും പ്രാപ്തിയും വാഗ്മിത്വവും ഉണ്ടെങ്കിലും ആത്മശക്തി പ്രാപിച്ചിരുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. താൻ ആത്മാവിൽ നിറഞ്ഞിരുന്നെങ്കിൽ തന്റെ വിശ്വാസികളോട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെക്കുറിച്ച് പറയുമായിരുന്നു. ചില നാളുകൾക്ക് ശേഷം അപ്പൊല്ലോസ് കൊരിന്തിലേക്ക് പോയി. അവിടെ ശുശ്രൂഷിച്ചെന്നല്ല, അപ്പൊല്ലോസ് കൊരിന്തിൽ ഇരിക്കുമ്പോൾ, അങ്ങനെയാ ദുഃഖിതനായി ഇരിക്കുമ്പോൾ പൗലോസ് എഫേസോസിലെത്തി. ഹല്ലേലൂയ. ഈ അപ്പൊല്ലോസ് പുറപ്പെട്ടു പോകുന്ന എഫേസോസിലെത്തി. വാഗ്മിയായിട്ടല്ല, തർക്കശാസ്ത്ര വിശാരദനായിട്ടല്ല, പണ്ഡിതവരേണ്യനായിട്ടല്ല, ആത്മാവിൽ കത്തിജ്വലിക്കുന്ന തീയായിട്ടാണ് താൻ അവിടെ ചെന്നത്. മറ്റുള്ളവർ പറഞ്ഞു കാണും, മുമ്പന്മാരായ വമ്പന്മാരെ പറപ്പിച്ച ശക്തി. ഹല്ലേലൂയ. ആ ശക്തിക്ക് മുമ്പിൽ ഒരുത്തനും പിടിച്ചു നിൽക്കത്തില്ല. യവനും ചെതറിപ്പോകും, യവനും തികയ്ക്കത്തില്ല, ചെതറിപ്പോകും. എന്നാൽ ആത്മശക്തി പ്രാപിച്ചവൻ വിശ്വാസത്താൽ പ്രഖ്യാപിച്ചു. 1 കൊരിന്ത്യർ 16:8, എഫെസോസിൽ ഞാൻ പെന്തക്കോസ്ത് വരെ പാർക്കും, ആത്മകടവിന്റെ നാൾ വരെ പാർക്കും. എഫെസോസ് പട്ടണത്തിൽ ആത്മശക്തി പെയ്തിറങ്ങുവോളം ഞാൻ അവിടെ പാർക്കും. പ്രൈസലോ. എന്നിട്ട് പാർത്തോ. അപ്പോസ്തല പ്രവൃത്തി 19:9. അവൻ തുറന്നോസിന്റെ പാഠശാല എന്ന് പറഞ്ഞാൽ തുറന്നോസിന്റെ ട്യൂട്ടോറിയൽ കോളേജിൽ, ഹല്ലേലൂയ, അത് വാടകയ്ക്കെടുത്ത് ബൈബിൾ സ്കൂൾ തുടങ്ങി. ഹല്ലേലൂയ. അഭിഷേകത്തിന്റെ അത്യന്ത ശക്തി വിശുദ്ധന്റെ റൂമാലിലും ഉത്തരീയത്തിലും, എന്തിന്, തന്റെ നിഴലിൽ പോലും വ്യാപരിച്ചു. സ്തോത്രം. വിശ്വാസികൾ, അവിടെയുള്ള വിശ്വാസികൾ ആത്മശക്തിയുടെ വാഹകരായി മാറി. ഹല്ലേലൂയ. കുഞ്ഞേ, അഭിഷേകം പ്രാപിക്കാതെ ശുശ്രൂഷ ചെയ്യാം, പക്ഷേ പരിമിതിയുണ്ട്. അന്ധകാര ശക്തിയുടെ മുന്നിൽ അടിപതറാതെ ശുശ്രൂഷയിൽ മുന്നേറണമെങ്കിൽ ആത്മശക്തി കൂടിയേ മതിയാകൂ. അത്യന്ത ശക്തിയിൽ നിറഞ്ഞാൽ നീ അഗ്നിജ്വാലയായി മാറും. എഫെസ്യലേഖനം 1:7 പറയുന്നൊരു വാക്യമുണ്ട്. എന്താണ്? അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജ്വാലകളെ തന്റെ ശുശ്രൂഷകന്മാരുമാക്കുന്നു. ഇത് 104 സങ്കീർത്തനത്തിന്റെ 4 വാക്യം ഇവിടെ പൗലോസ് എടുത്ത് ഉദ്ധരിക്കുകയാണ്. രണ്ടിടത്തും അഗ്നിജ്വാലയെ ശുശ്രൂഷകന്മാരാക്കും എന്നാണ് കാണുന്നത്. പക്ഷേ മൂലഭാഷയായ ഗ്രീക്കിലും KJV പരിഭാഷയിലും അഗ്നിജ്വാലയെ ശുശ്രൂഷകന്മാരാക്കുമെന്നല്ല, മറിച്ച് ശുശ്രൂഷകന്മാരെ അഗ്നിജ്വാലയാക്കും. ഹല്ലേലൂയ. അങ്ങനെയാ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശുശ്രൂഷയ്ക്കായി വിളിക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലെ, നിന്നെ അഗ്നിജ്വാലയാക്കാൻ, കത്തിജ്വലിക്കുന്ന തീപ്പന്തമാക്കി മാറ്റാൻ ദൈവം ആഗ്രഹിക്കുകയാ. അവൻ ദൈവസന്നിധിയിൽ വിനയപ്പെട്ട് പ്രാർത്ഥിക്കാമോ? കർത്താവേ, എന്നെ നീ ഒരു അഗ്നിജ്വാലയാക്കി മാറ്റണമേ. നിന്റെ അത്യന്ത ശക്തിയുടെ അളവറ്റ വലിപ്പം എനിക്ക് അനുഭവിച്ചറിയണം. ആത്മശക്തി നിറഞ്ഞവനായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം. കാഹളം ധ്വനിക്കുവോളം ആത്മശക്തിയിൽ നിറഞ്ഞു പ്രകാശിക്കാൻ, നീതിയുടെ വെളിച്ചമായി നിൽക്കാൻ കർത്താവേ എന്നെ സഹായിക്കണം. ദൈവത്തിന്റെ മഹത്വം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് ആഹ്വാനമുണ്ട്, എനിക്ക് ആലോചനയുണ്ട്. സഹോദരങ്ങൾ അറിയിക്കുന്ന വിഷയങ്ങളെ ദൈവസന്നിധി വെച്ച് മുടങ്ങാതെ പ്രാർത്ഥിക്കുന്നുണ്ട്. വീണ്ടും ഇന്ന് പുതിയ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒന്ന് കണ്ണടച്ചാട്ട്, എവിടെയുമായിക്കൊള്ളട്ടെ നിങ്ങളിരിക്കുന്നത്, ഒന്ന് കണ്ണടച്ചാട്ട്. സ്നേഹവാരിയായ നല്ല കർത്താവേ, ഈ അനുഗ്രഹീതമായ പുലരി ലോകത്തിന്റെ വിവിധ കോണുകളിൽ ഇരുന്നുകൊണ്ട് ദൈവശബ്ദം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയ്ക്കണമെന്നുള്ള ഞാൻ പ്രാർത്ഥിക്കുന്നു. മഹാദൈവം അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് സ്തോത്രം.
സ്തോത്രം. എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവിൽ നിന്ന് കൃപമേൽ കൃപ പ്രാപിച്ചവരായി ദൈവസന്നിധിയിൽ എരിഞ്ഞു ശോഭിക്കുവാൻ, അരുമരക്ഷകന്റെ പ്രത്യക്ഷതയിൽ തേജസ്സോടെ വെളിപ്പെടാൻ ഈ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈ പുലരിയിൽ അവരുടെ ബന്ധനങ്ങളെ അഴിച്ച് അവൻ ഹല്ലേലൂയ അവൻ വിടുവിക്കുന്നത് കൊണ്ട് സ്തോത്രം. ആത്മശക്തി രോഗികൾക്ക് സൗഖ്യമായി ഭവിക്കട്ടെ. കുടുംബജീവിതത്തെ താറുമാറിക്കൊണ്ട് ആർത്തലച്ചു നിൽക്കുന്ന ദുരാത്മശക്തികൾ പരിശുദ്ധാത്മശക്തിയാൽ അടിയറവ് പറയുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദമ്പതിമാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാക്കി കുടുംബജീവിതം നരകതുല്യമാക്കി തീർക്കാൻ പത്തിപിരിച്ചു നിൽക്കുന്ന ദുഷ്ടശക്തികൾ യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിർവീര്യമാകുന്നുണ്ട് സ്തോത്രം. എത്ര കഷ്ടപ്പെട്ടാലും ദാരിദ്ര്യം വഴിമാറാതെ നിൽക്കുകയാ. എത്ര പണം കിട്ടിയാലും ഉദ്ദേശകാര്യം സാധിക്കാൻ കഴിയാതെ വരുന്നു. വിജയിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ച കാര്യങ്ങൾ പരാജയത്തിന്റെ പടുകുഴിയായി കടന്നുപോകുകയാ. ചെയ്യുന്ന ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ല. എത്ര നന്നായി ജോലി ചെയ്താലും കുറ്റപ്പെടുത്താൻ ആള് നിൽക്കുകയാ. കുറ്റം കേൾക്കേണ്ടി വരുന്നു. പ്രാണനെപ്പോലെ സ്നേഹിച്ചവർ കഴിയുന്നതിനും അപ്പുറത്തുള്ള നന്മ നിന്നിൽ നിന്ന് കൈനീട്ടി വാങ്ങിയവർ മുഖത്ത് നോക്കി വിരൽ ചൂണ്ടി വിമർശിക്കുന്നു. എങ്ങും ഒരു സ്വസ്ഥതയും കാണുന്നില്ല. യേശുവിന്റെ നാമത്തിൽ കുഞ്ഞേ, ഇത് നിന്റെ ജീവിതാനുഭവമല്ലേ? പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ തൊട്ട് പറയുന്ന ആലോചന ഏറ്റെടുത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്ത് കർത്താവ് നിന്റെ സ്ഥിതി മാറ്റാൻ പോകുന്നു. നിന്ദിച്ചവരുടെ മുൻപിൽ മാനിക്കാൻ പോകുന്നു. അപമാനിച്ചവരുടെ മുൻപിൽ അഭിമാന വിഷയമാക്കി ഉയർത്തുമെന്ന് പരിശുദ്ധാത്മാവിന്റെ അരുളപ്പാട്. ആമേൻ ആമേൻ. യേശുവിന്റെ നാമത്തിൽ ഞെരുക്കം അനുഭവിക്കുന്നവരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കട്ടെ. ശൂന്യത സമൃദ്ധിക്ക് വഴിമാറട്ടെ. നന്മയുടെ അനുഗ്രഹത്തിന്റെ പുതുവഴി യേശുവിന്റെ നാമത്തിൽ വെളിപ്പെട്ടു വരുന്നതുകൊണ്ട് സ്തോത്രം. ആത്മശക്തി നിറഞ്ഞവരായി സ്വർഗീയ നന്മകൾ പ്രാപിച്ചെടുക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെല്ലാം സ്വർഗം അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാ. യൗവനക്കാരായ കുഞ്ഞുങ്ങൾക്ക് നല്ല കുടുംബജീവിതം ദൈവം ഒരുക്കി കൊടുക്കണം. അവരനുഗ്രഹിക്കപ്പെട്ട തലമുറകളെ ആമേൻ ദൈവം അവർക്ക് നൽകണം. കുഞ്ഞുങ്ങളുടെ നന്മ കണ്ട് സന്തോഷിക്കാൻ മാതാപിതാക്കളെ സഹായിക്കണം. തലമുറകളെ ഓർത്ത് യേശു പ്രാർത്ഥിക്കുകയാണ്. ആമേൻ ആമേൻ ആമേൻ. കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ സ്വർഗം ആദരിക്കാൻ പോകുന്നതുകൊണ്ട് നന്ദി പറയുന്നു. വാർദ്ധക്യത്തിൽ വാർദ്ധക്യത്തിന്റെ ഹല്ലേലൂയ ക്ഷീണത്തിൽ കഴിയുന്ന മാതാപിതാക്കൾ കുടുംബത്തിന് ഐശ്വര്യമായി മാറട്ടെ. വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ക്കുന്നവരായി തീരട്ടെ. വിദ്യാഭ്യാസത്തിന്റെ കുഞ്ഞുങ്ങൾ അവരെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. അഡ്മിഷൻ കിട്ടാത്തതുകൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. ആ പ്രശ്നം പരിഹരിക്കാൻ എന്റെ ദൈവത്തിന് കഴിയും. വിശേഷ ബുദ്ധി നൽകി, പ്രായോഗിക ബുദ്ധി നൽകി, ദിവ്യജ്ഞാനം നൽകി കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഈ സന്ദേശം ശ്രദ്ധിച്ച അഭിഷിക്ത ശുശ്രൂഷകന്മാരെ അണിപ്പടരുന്ന അഗ്നിജ്വാലകളാക്കി എന്റെ ദൈവം മാറ്റുന്നത് കൊണ്ട് സ്തോത്രം. അവരുടെ ശുശ്രൂഷ ജനലക്ഷങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. ദൈവനാമത്തിന് മഹത്വമായി മാറട്ടെ. നിന്റെ ജീവരക്തത്തിന്റെ നിന്റെ രക്തത്തിന്റെ വിലയായ കുഞ്ഞുങ്ങൾ ഇറക്കി വെച്ച പ്രാർത്ഥനാവിഷയങ്ങൾ നിരവധിയുണ്ടപ്പാ. എല്ലാം സ്തോത്രത്തോടെ തിരുസന്നിധിയിൽ ഞാൻ അർപ്പിക്കുന്നു. കരുണയുടെ കരം നീട്ടി അവരെ മാനിക്കണം. ഈ പ്രാർത്ഥനയും സ്വർഗം കേട്ട കൃപയ്ക്കായി നന്ദി പറയുന്നു. ലോകൈക രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് നൽകിയ സന്ദേശം പ്രിയപ്പെട്ടവരുമായി പങ്കുവച്ചത് സുവിശേഷകൻ രാജൻ ഫിലിപ്പാണ്. പതിവ് പോലെ അടിമാലിയിൽ നിന്നും. സഹോദരങ്ങളെ, നിങ്ങളെ അലട്ടുന്ന കാര്യങ്ങൾ അറിയിക്കണം കേട്ടോ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് മറുപടി നൽകി മാനിക്കുമല്ലോ. നമ്പർ ഇതാണ് 907214